ഹായ്, ആരോഗ്യശിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടും രുചികരമായിട്ടും ഞണ്ട് റോസ്റ്റ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ ഞണ്ട് വറുത്തരച്ച് വെക്കുന്നത് ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് 2 സവാള എടുത്തിട്ടുണ്ട്, മീഡിയം സൈസ് ഉള്ളത്. ഇതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത്, 10 അല്ലി വെളുത്തുള്ളി ചതച്ചതും, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചതും, ആവശ്യത്തിനുള്ള കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടിനകത്ത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഞണ്ട് റെഡിയാക്കി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് 2 മിനിറ്റ് ഇതുപോലെ ഇളക്കി വേവിച്ചെടുക്കുക. 2-3 മിനിറ്റ് ആയ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ വെറുതെ സിമ്പിളായിട്ട് നമ്മൾ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി തന്നെ വേവിച്ചെടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ഹൈ ഫ്ലെയിമിനകത്ത് ഇട്ടിട്ട് തന്നെയാണ് ഇത് ചെയ്തെടുക്കണേ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ 3 മിനിറ്റ് ആവും ഇതുപോലെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് വേറൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചീനച്ചട്ടി നന്നായിട്ട് ചൂടാകുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും വേപ്പിലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി വാട്ടിയെടുക്കാം കേട്ടോ. വാടി വരുന്ന ആ സമയത്ത് നമുക്ക് ഒരു പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തന്നെ കൊടുക്കുക. അപ്പോഴേക്ക് നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായി മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിനകത്താണ് നമ്മൾ സവാളയൊക്കെ വാട്ടിയെടുക്കുന്നത്. ഈ ഒരു പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിം ആക്കിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതേ നന്നായിട്ട് മൂത്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു ചെറിയ കപ്പിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെള്ളത്തിനകത്ത് നന്നായിട്ട് ഈ മസാല നന്നായിട്ട് മിക്സായിട്ട് വരട്ടെ. അപ്പോൾ നമുക്ക് നല്ലൊരു കട്ടിക്ക് ഈ ഒരു ഗ്രേവി കിട്ടും. ഇതിനകത്തോട്ട് നമുക്ക് ഞണ്ടിനെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ ഗ്രേവിയൊക്കെ ആ ഞണ്ടിനകത്ത് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക. എന്നിട്ട് ഇതിനെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ നേരം മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. എനിക്ക് വയറുവേദന എടുക്കാറുണ്ട്. വീട്ടിലുള്ളവർക്കും വയറുവേദന എടുക്കും ഞണ്ട് അധികം വെന്തില്ലെങ്കിൽ. അതുകൊണ്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞണ്ട് വേവിക്കാൻ അധികം സമയമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് വരും കേട്ടോ. അപ്പം മൂടി വെച്ചിട്ട് ഇടയ്ക്ക് തുറക്കുക, വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ മൂടി വെച്ച് വേവിക്കുമ്പോൾ വെള്ളം അതിനകത്തുള്ളതൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇത്തിരി കൂടുതലായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇനി നമുക്ക് മൂടി തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിനകത്താണ് പിന്നെ വെക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കുന്നുണ്ട് ഇനി. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടും കേട്ടോ. നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പോൾ നമ്മുടെ ഞണ്ട് റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടും രുചികരമായിട്ടും നമുക്ക് ഞണ്ട് ഫ്രൈ തയ്യാറാക്കാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.